വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG പ്രോഗ്രാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് നാളെ നടക്കാൻ പോകുന്നത്. സോ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ കമന്റിലും ചോദിച്ചൊരു ചോദ്യമാണ്, എത്രയാണ് ഈ ഒരു സബ്ജക്റ്റിൽ പാസ്സാകാൻ വേണ്ടേ? ഇതിന്റെ ഇന്റേണൽ മാർക്സ് എത്രയാണ്? യൂഷ്വലി 30 ആണല്ലോ, ആ സെയിം തന്നെയാണോ ഇവിടെ വരുന്നത്? സോ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ്സസ് ആരംഭിക്കും. അസൈൻമെന്റ് സപ്പോർട്ടും എല്ലാ സബ്ജക്റ്റിന്റെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് ടോട്ടൽ 65 മാർക്കാണ് ഈ ഒരു എക്സാമിന് വരുന്നത്. 45 മാർക്ക് എക്സ്റ്റേണലും 20 മാർക്കാണ് ഇന്റേണൽ വരുന്നത്. ഇപ്പൊ യൂഷ്വലി നമ്മുടെ എക്സാം 70 മാർക്കിലും 30 മാർക്ക് ഇന്റേണൽ, അങ്ങനെ 100 അല്ലേ. ഇവിടെ 4 ക്രെഡിറ്റ്സ് ആയതുകൊണ്ട് തന്നെ 45 എക്സ്റ്റേണലും 20 ഇന്റേണലും ആണ്. അപ്പോൾ 65 മാർക്ക്. ഈ 65-ല് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടത് 23 മാർക്കാണ്. 35%. 65-ലെ 35% 23 മാർക്കാണ് വേണ്ടത്. സോ ഇതില് ഇന്റേണലില് സാധാരണ പറയുന്ന പോലെ തന്നെ മിനിമം മാർക്ക് എന്ന് പറയുന്ന പരിപാടി ഇല്ല. എക്സ്റ്റേണലിലാണ് നമുക്ക് മിനിമം 30% വേണ്ടേ. എന്ന് പറഞ്ഞാൽ 45 മാർക്ക് എക്സ്റ്റേണലില് നിങ്ങൾ മിനിമം 30% എന്ന് പറഞ്ഞാൽ 14 മാർക്ക് മേടിച്ചിരിക്കണം, എന്നാലേ നിങ്ങൾ പാസ്സാവുള്ളൂ. അപ്പൊ 45 മാർക്കിന്റെ എക്സാമില് നിങ്ങൾ എഴുതി മിനിമം 14 മാർക്ക് മേടിച്ചിരിക്കണം. ബാലൻസ് നിങ്ങൾക്ക് അസൈൻമെന്റ് അല്ലേ, എൻ്റെ അസൈൻമെന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ രണ്ടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ 23 മാർക്സ്, എന്നാലാണ് 35% വരാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം, ഇന്റേണലും എക്സ്റ്റേണലും കൂടിയിട്ട്. അപ്പൊ 30 മാർക്കല്ല നിങ്ങളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ ഇന്റേണൽ അസൈൻമെന്റ് മാർക്ക് വരുന്നത് 20 ആണ്. പിന്നെ പാസ് മാർക്ക് എക്സ്റ്റേണലിൽ മിനിമം വേണ്ടത് 14 മാർക്കാണ്. ഓക്കെ, അപ്പൊ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നാലും മനസ്സിൽ വെക്കുക, ടോട്ടൽ 23 ആണ് നിങ്ങൾക്ക് പാസ്സാക്കാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് 5 മണിക്ക് മിസ്സിൻ്റെ ലൈവ് ഉണ്ട്, ചെഞ്ചൽ മിസ്സിൻ്റെ. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you and all the very best.